ഇന്ന് നമുക്കൊരു നാടൻ കേക്ക് ഉണ്ടാക്കിയാലോ? അതിനായി 1/2 കിലോ മൈദ, 4 മുട്ട, 250 പഞ്ചസാര, ഒരു നുള്ള് സോഡാപ്പൊടി, 4-5 ഏലക്ക. കേക്കിൻ്റെ കളറിന് ആവശ്യത്തിന് മഞ്ഞ ഫുഡ് കളറും ചേർക്കാം. മാവ് മിക്സ് ചെയ്യാനായി ഒരു പാത്രമെടുത്ത് അതിൽ മുട്ട പൊട്ടിച്ചൊഴിച്ച് കൂടെ ഏലക്ക ചതച്ചതും ഫുഡ് കളറും ഒരു നുള്ള് സോഡാപ്പൊടിയും പഞ്ചസാരയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത കൂട്ടിലേക്ക് മൈദാമാവ് കുറേശ്ശെ ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിനേക്കാൾ ശകലം കൂടി കട്ടിയിൽ കുഴച്ചെടുക്കണം. എന്നിട്ടത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇത് മാവൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് കേട്ടോ. 10-15 മിനിറ്റ് കഴിഞ്ഞ് കുഴച്ച് വെച്ച മാവെടുത്ത് ചപ്പാത്തി കോല് കൊണ്ട് തീരെ തിന്നാകാതെ പരത്തിയെടുക്കാം. പരത്തി വെച്ച മാവ് അടപ്പ് കൊണ്ടോ ചെറിയ ഗ്ലാസ് കൊണ്ടോ മുറിച്ചെടുക്കാം. ഞാൻ പുട്ടുക്കുറ്റിയുടെ ഭാഗം കൊണ്ടാണ് മുറിച്ചെടുത്തത്. മുറിച്ചെടുത്ത മാവ് 4-5 ഇതൾ പോലെ വരഞ്ഞ് ചൂടായ എണ്ണയിൽ 2 സൈഡും മറിച്ചിട്ട് വറുത്ത് കോരാം. ഇത് ഒരാഴ്ചയിൽ കൂടുതൽ കേടാകാതെ ഇരിക്കും കേട്ടോ. കേക്ക് റെഡിയായി കഴിഞ്ഞ് കഴിക്കാൻ വേണ്ടി ഒരാളിവിടെ വെയിറ്റിങ്ങിലാണ്. ഇഷ്ടമായാൽ എല്ലാവരും ചെയ്തു നോക്കുക. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഒരാൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. താങ്ക് യു ഫോർ വാച്ചിങ്.